കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. കർത്താവ് എവിടെ പോയിരുന്നാലും ഒരു പറ്റം ആൾക്കാർ കർത്താവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം രോഗസൗഖ്യം കൊടുത്തു, അവർക്ക് ആവശ്യമായിരുന്ന നന്മയെ കർത്താവ് ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നാലെ നടക്കുവാൻ കഴിയാതിരുന്ന പല വ്യക്തികളെയും തേടി കർത്താവ് അവരുടെ അടുക്കലേക്ക് പോയി. പലരും കർത്താവിനെ വിളിച്ചു കൊണ്ടുപോയി. അങ്ങനെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തു, ഒരു മരണത്തിൽ നിന്ന് വിടുവിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, സംസാരിക്കുവാൻ കഴിയാതിരുന്നവരെ സംസാരിച്ചു. അങ്ങനെ കർത്താവിൻ്റെ കരത്താൽ, കർത്താവിൻ്റെ നോട്ടത്താൽ, വാക്കിനാൽ ഒക്കെ നടക്കാത്ത അത്ഭുതങ്ങളൊന്നുമില്ല. വിവിധ വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ ഒക്കെ കർത്താവിൻ്റെ കരത്താൽ നടന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നാം വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ, അവിടെ ആദ്യത്തെ അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാർക്ക് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ അവർ കാത്തിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രണ്ടാം അധ്യായത്തിൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ആ ശിഷ്യന്മാരെല്ലാം അതുവരെ ഉണ്ടായിരുന്നവരെ പോലെയല്ല, അവർ ആൾമാറിയ ഒരു അനുഭവത്തിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ ശക്തരായി മാറുന്നു, അവർ പ്രസംഗിക്കുവാൻ തുടങ്ങുന്നു. തുടർന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ വരുമ്പോഴാണ് ശിഷ്യന്മാരുടെ കയ്യാൽ നടക്കുന്ന ആദ്യത്തെ ഒരു അത്ഭുതത്തെക്കുറിച്ച് നാം വായിക്കുന്നത്. അത് പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് അവർ കടന്നു പോകുമ്പോൾ അവിടെ ഇരുന്ന ഒരു മനുഷ്യൻ, ജന്മനാ മുടന്തനായിരുന്നവൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് യാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യനെ നോക്കുമ്പോൾ അവർ നടന്നു പോകുന്ന വഴിയിൽ അവനെ കണ്ടു. അവന് സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ടെന്ന് കണ്ട് ഇവർ പറയുകയാണ്, പൊന്നോ വെള്ളിയോ ഒന്നും ഞങ്ങൾക്കില്ല, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുമ്പോൾ അവൻ കുതിച്ച് ചാടി നടന്നു. അതുവരെയും നടക്കാതിരുന്നവൻ നരിയാണികൾ ഉറച്ച് അവൻ കുതിച്ച് ചാടി നടന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയുള്ളവനാണ്. അമ്മയുടെ ഗർഭം മുതൽ ഒരിക്കലും നടക്കാത്തവനായിരുന്ന മുടന്തുള്ളൊരു മനുഷ്യൻ ജീവിതത്തിൽ ഇതുവരെ ഒരു നന്മയും കാണാത്ത ചില സാഹചര്യങ്ങളിൽ ഒന്നും ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഉള്ള കാലം മുഴുവൻ ഇതിങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ചില വൈകല്യങ്ങൾ, ചില മുടന്തുകൾ, അത് ഏത് വിഷയത്തിലാകട്ടെ, മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ ബന്ധങ്ങളിലോ ഇനി ഇതിലൊരു കൂട്ടിച്ചേർക്കലില്ല, ഈ ബന്ധം ഇനി പിരിഞ്ഞു പോവുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇല്ലാതായി പോകത്തേ ഉള്ളെന്നൊക്കെ വിചാരിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ പറയുക, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ അത്ഭുതം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പല കാര്യങ്ങൾക്കും പിന്നിലുള്ള ദുരാത്മാക്കൾ ഇറങ്ങിപ്പോയി സമാധാനവും നന്മയും നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം ദൈവികമായിരിക്കുന്ന ഒരു വിശ്വാസം കൊണ്ടെന്ന് പകൽക്കാലം നിറയട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളിൽ കൂടിയും നിങ്ങളുടെ വിശ്വാസത്തിൽ കൂടിയും വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.